ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് ബഡ്സ് സ്കൂൾ കെട്ടിടത്തിന്റെ തറക്കല്ലിടലും ഹോമിയോ ഡിസ്പെൻസറി കെട്ടിടത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനവും മന്ത്രി ആർ ബിന്ദു നിർവഹിച്ചു. ഇരിങ്ങല്ലൂർ നാലാഞ്ചിറ താഴത്ത് സംഘടിപ്പിച്ച ചടങ്ങിൽ പി ടി റഹീം MLA മുഖ്യ അതിഥിയായി. ആദ്യമായി നമ്മുടെ ഭിന്നശേഷി സമൂഹത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് വലിയ പ്രാധാന്യം നൽകി അത്തരം പദ്ധതികൾ ഏറ്റെടുക്കുന്ന ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിന് സാമൂഹ്യനീതി വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള ഹൃദ്യമായ അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും അധികം അരികുവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗം എന്ന് തന്നെ പറയാവുന്ന ഭിന്നശേഷി സമൂഹത്തിന് സമ്പൂർണമായ ശാക്തീകരണവും പുനരധിവാസവും സാധ്യമാകുമ്പോൾ മാത്രമേ യഥാർത്ഥ മനുഷ്യസ്നേഹം വിളയുന്ന ഒരു സമൂഹം എന്ന് നമ്മെ വിളിക്കാൻ സാധിക്കൂ. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഭിന്നശേഷി സൗഹാർദ്ദ സംസ്ഥാനമായി മാറുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് സാമൂഹ്യനീതി വകുപ്പ് അതിൻ്റെ പദ്ധതികൾ ആവിഷ്കരിക്കുന്നത്. തടസ്സരഹിതമായ ഒരു ജീവിതം സ്വച്ഛന്തമായും സ്വതന്ത്രമായും സ്വയം പര്യാപ്തതയോടുകൂടിയും സ്വന്തം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ ഭിന്നശേഷി മക്കൾക്ക് കഴിയുന്ന വിധത്തിലുള്ള എല്ലാ പിന്തുണാ സംവിധാനങ്ങളും അവർക്ക് ഉറപ്പുകൊടുക്കണം എന്നുള്ളതാണ് സർക്കാരിൻ്റെ അഭിലാഷം. പക്ഷെ നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ ഒട്ടേറെ പരിമിതികൾ സാങ്കേതികമായും സാമ്പത്തികമായും ഒക്കെ സർക്കാരിനുണ്ട്. 100% വേണ്ടുന്ന കാര്യങ്ങൾ സർക്കാരിന് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളും ഭിന്നശേഷി സമൂഹത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകളും സുമനസ്സുകളായിട്ടുള്ള വ്യക്തികളും എല്ലാവരും ചേർന്ന് സർക്കാരും സമൂഹവും കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഭിന്നശേഷി മേഖലയിലെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റി മുന്നോട്ടു പോവുകയാണ് ഇപ്പോൾ. ഇരിങ്ങല്ലൂരിൽ നാലാഞ്ചിറ താഴത്ത് സംഘടിപ്പിച്ച ചടങ്ങിൽ പി ടി റഹീം MLA മുഖ്യ അതിഥിയായി. രാവിലെ 9:30 ചടങ്ങുകൾ ആരംഭിച്ചത്. മാടനിക്കാവിന് സമീപമായി വാങ്ങിയ 47 സെന്റ് സ്ഥലത്താണ് ബഡ്സ് സ്കൂൾ നിർമ്മിക്കുന്നത്. 1.5 കോടി ചെലവിൽ ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ കർമ്മമാണ് ഇന്ന് മന്ത്രി നടത്തിയത്. നിലവിൽ സ്വകാര്യ കെട്ടിടത്തിലാണ് ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിന്റെ ബഡ്സ് സ്കൂൾ പ്രവർത്തിക്കുന്നത്. ഹോമിയോ ഡിസ്പെൻസറി കെട്ടിടം മാത്രയിലെ പഞ്ചായത്ത് ഓഫീസ് കോംപ്ലക്സിനകത്ത് തന്നെയാണ് നിർമ്മിക്കുന്നത്. ഒരു മഴ പെയ്താൽ വെള്ളം കയറിയിരുന്ന പഴയ കെട്ടിടം പൊളിച്ചു മാറ്റിയാണ് പുതിയ കെട്ടിടം പണിയുന്നത്. 75 ലക്ഷം രൂപയാണ് ഗ്രാമപഞ്ചായത്ത് ഈ പ്രവൃത്തിക്കായി വകയിരുത്തിയിട്ടുള്ളത്. ഗ്രാമപഞ്ചായത്ത് 2023-24 വർഷത്തെ പദ്ധതിയിൽപ്പെടുത്തിയാണ് കെട്ടിട നിർമ്മാണങ്ങൾ നടത്തുന്നത്. അടിയന്തരമായി കെട്ടിടം പണി പൂർത്തീകരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശാരദി അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് N ജയപ്രശാന്ത്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് AP സൈദാലി, രവി പറശ്ശേരി തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ സംസാരിച്ചു. ഊർജ്ജസ്വലമായ പ്രവർത്തനത്തിലൂടെ നമുക്ക് വളരെ വേഗം ഇതിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക്, പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങൾക്ക്, പ്രത്യേകിച്ച് ഈ ബഡ്സ് സ്കൂൾ വിദ്യാർത്ഥികൾ എന്നൊക്കെ പറയുന്നത് നമ്മളൊക്കെ സംരക്ഷിക്കേണ്ട ഒരു വിഭാഗമാണ് അവരെ സംബന്ധിച്ചിടത്തോളം. അത് സമൂഹത്തിൻ്റെ ബാധ്യതയാണ്. ആ ബാധ്യതയോടൊപ്പം നിൽക്കാൻ എല്ലാവരും ശ്രമിക്കണം. വിദ്യാർത്ഥികൾ നിർമ്മിച്ചിട്ടുള്ള ഒരു സ്നേഹ സമ്മാനവും അതോടൊപ്പം ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിലെ വിദ്യാർത്ഥികളുടെ കലാസൃഷ്ടികൾ ഉൾപ്പെടുത്തി നമ്മൾ നിർമ്മിച്ചിട്ടുള്ള ഹെൽത്തി ആൻഡ് ഹാപ്പിയസ്റ്റ് സ്കൂൾ എന്ന പദ്ധതിയുടെ ഭാഗമായി നമ്മൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഉറവ് പുസ്തകവും നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് നൽകുകയാണ്.